ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ, ഇതാ ഈശോ ഒരു വലിയ വാഗ്ദാനത്തോടു കൂടി ഒരു കാര്യം പറയുക. ദേ, ഇതുപോലെ നീ ചെയ്യുവാണെങ്കിൽ, ഈ അനുഭവം നിനക്കുണ്ട് എങ്കിൽ നീ സന്തോഷിച്ചോ, നിനക്ക് സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. എന്താണ് ആ ഈശോ പറയുന്ന കാര്യം? ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ, സന്തോഷിച്ചു കുതിച്ചു ചാടുവിൻ, സ്വർഗത്ത് നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അവിടെ പിതാക്കന്മാർ പ്രവാചകന്മാരോടും ഇപ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത്. ഇത് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുവാണ്, മനുഷ്യപുത്രനെ പ്രതി, ഈശോയെ പ്രതി നിന്ദനങ്ങളും അവമാനങ്ങളും തിരസ്കാരങ്ങളും നമുക്ക് അനുഭവിക്കേണ്ടി വരുവാണെങ്കിൽ, ഈശോയ്ക്ക് വേണ്ടി നിന്നതിനെ പ്രതി, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തതിനെ പ്രതി നമുക്ക് അങ്ങനെ തിക്താനുഭവം ഉണ്ടാവുന്നേ, സന്തോഷിക്കാൻ പറയുക, ആഹ്ലാദിക്കാൻ പറയുക. കാരണം സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രശ്നം, നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് ഉടനെ തന്നെ അതിൻ്റെ പ്രതിഫലം ഇവിടെ പ്രതീക്ഷിക്കുക. അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാ. അവിടെ യേശു പറയാം, അസ്വസ്ഥപ്പെടേണ്ട, കുറച്ച് സന്തോഷിക്കുക. പക്ഷെ ഒരൊറ്റ കാര്യം മാത്രം, ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സന്തോഷിച്ചാലാണ് പറഞ്ഞത്, പ്രതിഫലമുണ്ട്, പ്രതിഫലം കിട്ടിയിരിക്കും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.